സർ, ഏപ്രിൽ 9 കേരളത്തിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ തീരുമാനം വന്നത് മുതൽ പലതരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. ഒരല്പം കൂടി സമയം നൽകാമായിരുന്നു എന്നതാണ്. വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിൽ ലഭിച്ചിരിക്കുന്നത്. പലയിടത്തും പലരും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ട് പോലുമില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് അവർ തമ്മിലുള്ള അടിയും പിടിയും ഒക്കെ ഒഴിവാക്കി അതിനുശേഷം ഇതാ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുക, ആ പ്രചാരണം ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുക എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ മാത്രമേ അത് വോട്ടാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. അവിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന വലിയൊരു ചോദ്യം ഉയരുന്നത്. ജയശങ്കർ സാർ എങ്ങനെ വിലയിരുത്തുന്നു? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏപ്രിൽ 9 എന്ന് പറയുന്ന ഒരു ഡേറ്റ് കേരളത്തിന് നൽകിയത് തെറ്റാണോ ശരിയാണോ? 100% അല്ലെങ്കിൽ 200% ശരിയാണ്. അതിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ ദിവസം അനുവദിച്ചു കൊടുത്താൽ ഇവിടെ കാര്യമായിട്ട് ഒന്നും സംഭവിക്കില്ല. ആകെ സംഭവിക്കാൻ പോകുന്നത് ഈ പൈസയുടെ ധാരാളിത്തം കാണിച്ച് ദുരുപയോഗം നടത്തി സമൂഹത്തിൽ പലതരം വൃത്തികേടുകൾ നമ്മൾ കാണേണ്ടി വരുമെന്നുള്ളതാണ്. സത്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇനിയും കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം മറ്റുള്ള രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞാൻ ഈ സൗദിയിൽ ചില തെരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ യൂറോപ്പിൽ കണ്ടിട്ടുണ്ട്, ഈവൻ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പല വളരെ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യാസപ്പെട്ടുകൊണ്ട് ഈ നമ്മുടെ നാട്ടിൽ മാത്രം ഈ വൃത്തികെട്ട തരത്തിലുള്ള ഒരു പ്രചരണമാണ് ഇവിടെ നടക്കുന്നത്. ഇത് കൺട്രോൾ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഇത് ശരിയല്ല ഈ പോക്ക്. ഇപ്പതാ എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല, ഈ പ്രാവശ്യത്തെ ഈ തെരഞ്ഞെടുപ്പിന് വലിയ ഒരു പരസ്യവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഒരു നവംബർ മാസം തൊട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത ഊഹാപോഹങ്ങൾ പലതും പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നിലവിൽ ഭരിക്കുന്ന പിണറായി വിജയൻ എന്ന CM ഇപ്പൊ 2 ടേം തുടർച്ചയായി ഭരിച്ചു. ഇനിയും അദ്ദേഹം തന്നെ ഭരിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് തോന്നിയിട്ട് അതിന്റെ പ്രതിപക്ഷത്തെ പ്രധാന കക്ഷിയെ എങ്ങനെയെങ്കിലും ഈ ഭരണം പിടിച്ചെടുക്കണമെന്നുള്ള ഒരു വാശിപ്പുറത്ത് അവർ എന്തൊക്കെയോ നാടകങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വലിയൊരു നാടകം നമ്മൾ കണ്ടു. അത് ഓരോ ജില്ലയിൽ വന്നപ്പോ അവസാനം തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും മൊത്തം അതിൻ്റെ ഉള്ളിൽ അടിപൊളി പടലം നടക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ഇപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതും ഒരാളും വിചാരിച്ചില്ല ഇന്നലെ ഈ പ്രഖ്യാപനം വരും എന്നുള്ളത്. അഥവാ വന്നാൽ തന്നെ സ്വയം എല്ലാവരും ഒരു തീരുമാനം എടുത്തിരുന്നു. അതായത് ഏപ്രിൽ 15 വരെ വിഷു ആണ്, അതിന് മുന്നേ വേറെ എന്താണ് ഇവിടുത്തെ മറ്റുള്ള കാര്യങ്ങളുണ്ട്. അപ്പോ ഒരു ഏപ്രിൽ അവസാനമാണ് ഇവരൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അതിനൊക്കെ തകിടം മറിച്ചുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപനം കറക്റ്റായിട്ട് നടത്തി. ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പ് എന്നും അത് അവർക്കിപ്പോ കേരളം മാത്രം നോക്കിയാൽ പോരാ, വേറെയും ഉണ്ട് 1, 2, 3, 4 സംസ്ഥാനങ്ങള്. അതായത് കേരളത്തിന്റെ അതേ സമയത്ത് തന്നെ ഭരണ മാറ്റം തീരുമാനിക്കേണ്ട പോണ്ടിച്ചേരി, ആസാം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ പ്ലസ് കേരള 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൺട്രോൾ ചെയ്യണം. അപ്പൊ അവർ അതിനനുസരിച്ചിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇപ്പൊ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതിൽ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 9 കേരളത്തിനോടൊപ്പം തന്നെ ആസാമിലും പോണ്ടിച്ചേരിയിലുമുണ്ട് അതേ ദിവസം തന്നെ. പിന്നെ വോട്ട് എണ്ണല് മെയ് മാസം 4 പിന്നെ മാർച്ച് 16 എന്ത് അതായത് ഇന്നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഔദ്യോഗികമായി ഗസറ്റിൽ വരാൻ പോകുന്നത്. ഗസറ്റിൽ വന്നതിന് ശേഷം മാർച്ച് 23 വരെ ആണ്
നാമനിർദ്ദേശ പത്രിക, അതായത് മത്സരിക്കുന്ന ആരൊക്കെയാണെന്ന് അവർക്ക് പത്രിക കൊടുക്കാനുള്ള ദിവസം ലാസ്റ്റ് ദിവസം 23-ാം തീയതിയാണ്. 24-ാം തീയതി അത് സൂക്ഷ്മ പരിശോധന നടത്തും. അതിനുശേഷം ലിസ്റ്റിടും. അതിൽ പിന്നെ കൊടുത്ത ലിസ്റ്റിൽ വന്നവർക്ക് പിൻവലിക്കാനുള്ള തീയതി മാർച്ച് 26-ാം തീയതിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഇത് വെച്ച് നോക്കുമ്പോ ഇവിടെ പ്രചരണത്തിന് ഇന്ന് കൂടി കണക്കാക്കുമ്പോൾ 23 ദിവസമേ വരുന്നുള്ളൂ ആകെ. അപ്പൊ അത് വളരെ നല്ല കാര്യമാണ്. 23 ദിവസം ചെലവാക്കുന്ന പൈസക്ക് ഒരു കൺട്രോൾ ഉണ്ടാവും. മറ്റത് റോട്ടിൽ മുഴുവൻ ബാനർ, പോസ്റ്റർ ഒക്കെ ഒട്ടിച്ച് തെരുവുകൾ മുഴുവൻ വൃത്തികേടാക്കി. ഇന്ന് ഈ ഒട്ടിക്കുന്നവരൊന്നും ക്ലീൻ ചെയ്യില്ല. പിന്നെ അതാത് മുനിസിപ്പാലിറ്റിയും പഞ്ചായത്താണ് ഇത് ക്ലീൻ ചെയ്യുക. ഇതിനൊക്കെ കർശനമായ നിയമം വേണം. ഈ കട്ടൗട്ടുകൾ വെക്കുന്നതും പോസ്റ്റർ ഒട്ടിക്കുന്നതും ബാനർ വെക്കുന്നതും സമ്മേളനങ്ങൾ നടത്തുന്നതും അനാവശ്യമായിട്ട് തെരുവ് യോഗങ്ങൾ നടത്തി ജനങ്ങളെ മൈക്കിൽ കൂടെ കൊളാമ്പി വെച്ച് ശബ്ദം ചെവിട്ടിലാടി. ജനങ്ങൾക്കറിയാം ഇവിടെ ആരും ഒരു പ്രചരണം ചെയ്യേണ്ട ആവശ്യമില്ല, ആരും ഒരു പദയാത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോരുത്തരും ചെയ്യുന്ന കാര്യം ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ആ ജനങ്ങളിലെ കിട്ടുന്ന ആനുകൂല്യങ്ങളും അവകാശങ്ങളും അവരുടെ കയ്യിലാണ് എത്തുന്നത്. അത് വെച്ച് അവർക്കറിയാം ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. വളരെ ദുർലഭം കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഈ തട്ടിപ്പിൽ കുടുങ്ങുക, ഇവരുടെ ഈ നുണയിൽ കുടുങ്ങുക. പക്ഷെ ഇവിടെ ഒരു സമൂഹമുണ്ട്, ഒരു പ്രത്യേക സമൂഹമുണ്ട്. അവർ നല്ലത് നോക്കാറില്ല, നേര് നോക്കാറില്ല, നെറി നോക്കാറില്ല. അവർ ഇലക്ഷൻ വരുമ്പോ കൂട്ടം കൂടി കുത്തും. കൂട്ടം കൂടി കുത്തിയിട്ട് എന്തുണ്ടായി? ഈ കേരളത്തിന്റെ ഒരു ദിശ തന്നെ ഇങ്ങോട്ട് മാറ്റിവിടും. അങ്ങനെ മാറ്റി 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 ഇന്ന് കേരളം ഈ അവസ്ഥയിലെത്തി. ഇന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കേരളം എത്രയും താഴെക്കടയിലെത്തിയോ അതിന്റെ അവസാനത്തിലെ കിടക്കുന്നത്. ഇന്ന് കേരളത്തില് മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോ കേരളത്തിന്റെ ഓരോ ടൗണിലും പോയാൽ നമുക്ക് കാണാൻ പറ്റും കള്ള്, ബാറ്, ലോട്ടറി കട, മറ്റുള്ള വ്യവസായങ്ങളും എല്ലാം തന്നെ നഷ്ടത്തിലായി പൂട്ടി സ്ഥലം വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ഭാവി വേണമെങ്കിൽ കേരളത്തിലെ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു നല്ല ഒരു ഭരണം ഇവിടെ വരണം. ആ ഭരണം വരണമെങ്കിൽ ഇവിടെ ഒരു സമുദായം കൂട്ടം കൂടി കുത്തി ഇതിങ്ങനെ മാറി മാറി ഭരിപ്പിച്ച് കേരളം ഇന്ന് ഈ അവസ്ഥയിലാക്കി. ഈ വരുമാനത്തിന്റെ കാര്യത്തിൽ മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ കിട്ടുന്ന വ്യാവസായികമായിട്ടുള്ള ഒരു തരത്തിലുള്ള വരുമാനവും കേരളത്തിന് ഇന്ന് ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ അനാവശ്യ നുണപ്പറച്ചിലിനും അനാവശ്യ പ്രചരണങ്ങൾക്കും അനാവശ്യ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള യോഗങ്ങൾ നടത്താനുള്ള ദിവസം ഇല്ലാതാക്കിക്കൊണ്ട് ഇത് പെട്ടെന്ന് നടത്താനുള്ള ഒരു ഇതിലേക്ക് എത്തിച്ചത് വളരെ നല്ല കാര്യമായി. പിന്നിപ്പോ ഈ സ്ഥാനാർത്ഥി നിർണയത്തിന് വളരെയധികം അതിലൊന്നും ഒരു കാര്യമില്ല. കാരണം എലക്ഷൻ വരും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എലക്ഷൻ വരുമ്പോ ഓരോ മണ്ഡലത്തിലും നിൽക്കാനുള്ള സ്ഥാനാർത്ഥിയെ ഇവർക്ക് എന്നോ തീരുമാനിക്കാലോ. ഇവിടുത്തെ പ്രശ്നം അതല്ല. മറ്റേ പാർട്ടി നിർത്തുന്ന ആൾ ആരാണെന്ന് ഈ പാർട്ടി നോക്കിയിരിക്കുകയാണ്. ഇതാണ് പ്രശ്നം. അവൻ നോക്കിയിരിക്കുകയാണ് ഇവരാരാ നിർത്തുന്നതെന്ന്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നിട്ട് ശരിയായ സ്ഥാനാർത്ഥിയെ രണ്ടു കൂട്ടർക്കും പ്രഖ്യാപിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അവസാനം ഒരാൾ പ്രഖ്യാപിച്ചാൽ മറ്റാൾ പ്രഖ്യാപിക്കും. ഈ അവസ്ഥ എത്ര ദിവസം ഇങ്ങനെ ഒരു ടെൻഷനായിട്ട് ഇവിടെ മീഡിയകൾക്കും സോഷ്യൽ മീഡിയക്കും അല്ലെങ്കിൽ ചാനലുകൾക്കും നല്ല കൊയ്ത്താ. കാരണം ഇന്ന് ഇയാള് സ്ഥാനാർത്ഥി, അപ്പം നാളെ മറ്റേ സ്ഥാനാർത്ഥി. ഈ പാവം ജനങ്ങള് അനാവശ്യമായി ഇത് കേട്ട് വായിച്ച് അതിലിങ്ങനെ ഇൻട്രസ്റ്റിൽ പോവും. ഇപ്പൊ ഒരു തീരുമാനമായി ഇന്ന്. കാരണം ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പാണ്. 23-ാം തീയതി ആകുമ്പോഴേക്കും സ്ഥാനാർത്ഥികളെ ഒക്കെ തീരുമാനമാവും. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ ഇതിനൊരു അന്തിമ തീരുമാനം ഇവിടെ ഉണ്ടാക്കി എന്തായാലും തുടർ ഭരണം മാറിയിട്ട് ഭരണം ഇനി കിട്ടിയില്ലെങ്കിൽ ആ പാർട്ടി തന്നെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നവരാണ് ഇത്രയും ശ്വാസം മുട്ടി ഓടുന്നത്. കാരണം ഇനിയൊരു ഭരണം കിട്ടിയില്ലെങ്കിൽ അവർ ആ പാർട്ടി തന്നെ ഇല്ലാതെയാവും എന്ന് അവർക്ക് നല്ല ബോധ്യം ഉള്ളത് കാരണമാണ് തോന്നുന്നു. എന്തൊക്കെയായാലും ഇത് ജനങ്ങളുടെ കാലമാണ്, ജനങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റിയ സമയമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനാവശ്യ ചെലവുകളെ ഒഴിവാക്കിക്കൊണ്ട്
പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി നിർണയമൊക്കെ നടത്തി തെരഞ്ഞെടുപ്പ് നടത്തി മാർച്ച് 4-ാം തീയതി ഇതിന്റെ പ്രഖ്യാപനം വരുമ്പോൾ നല്ല ഒരു ഭാവിയുടെ സർക്കാർ കേരളത്തിന്റെ ഭരണത്തിൽ എത്തുമെന്നതിന് യാതൊരു സംശയവും ഉണ്ടാവില്ല. സാർ പറഞ്ഞതുപോലെ വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ അല്ലെങ്കിൽ ചുരുങ്ങിയ സമയം മാത്രമേ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിലുള്ളൂ. ഏത് രീതിയിൽ പ്രചാരണം നടത്തും, ഏത് രീതിയിൽ ആളുകൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ ഇവർക്ക് സാധിക്കും എന്നതൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ്. നിർത്താതെ അല്ലെങ്കിൽ അഹോരാത്രം പണിയെടുത്താൽ മാത്രം ജനങ്ങൾക്കിടയിൽ സ്ഥാനാർത്ഥികൾക്ക് ഇറങ്ങിച്ചെന്ന് അവർക്കിടയിൽ അവരിൽ ഒരാളായി വോട്ട് നേടാൻ സാധിക്കും എന്നത് മാത്രമാണ് ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഇനി ചെയ്യാൻ കഴിയുക എന്നുള്ളത്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.